ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ വലിയ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് കൊറോണ കാലം എന്ന് പറയാം. അപ്പോൾ ഈ സമയത്ത് പക്ഷേ ഭയം ആവശ്യമില്ല, നമ്മൾ കുറച്ചുകൂടി കരുതലാണ് വേണ്ടത്. ഒരു കരുതലും കോഷൻ അതാണ് വേണ്ടത്. അതേസമയം നമ്മൾ എല്ലാവരും തന്നെ വീടുകളിൽ ഒതുങ്ങുന്ന ഒരു സമയമാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം നമ്മൾ ബെസ്റ്റായിട്ട് എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. കാര്യം ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വിഷമിപ്പിക്കുന്ന വാർത്തകളും കാഴ്ചകളുമാണ് നമുക്ക് ചുറ്റും. അപ്പോൾ ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് എത്രത്തോളം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ വീട്ടിലിപ്പോൾ കുഞ്ഞുങ്ങളുണ്ട്, കാര്യം കുഞ്ഞുങ്ങളെ ഒന്നും ഇതൊട്ടും ബാധിക്കാൻ പാടില്ലല്ലോ. മുതിർന്നവർക്ക് കാര്യങ്ങൾ അറിയാം, കുഞ്ഞുങ്ങൾക്ക് അതൊന്നും അറിയില്ല. അപ്പോൾ അവരെ എല്ലാ രീതിയിലും അവരിങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നു, ഒന്നിനും ചെയ്യാൻ വിടുന്നില്ല, പുറത്തേക്ക് കൊണ്ടുപോകണില്ല, വലിയ വിഷമമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന്, പക്ഷേ ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നൊരു കാര്യം, വീട്ടുകാർ തമ്മിൽ കുറച്ചുകൂടിയുള്ള ബന്ധങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാനുള്ളൊരു സമയം കൂടിയാണ്. കാര്യം ഒരുപാട് ഫാമിലി ടൈം കിട്ടുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവരെയും കൂടി ഈ പാചക പരിപാടികളിൽ ഉൾക്കൊള്ളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാം പങ്കെടുത്തുകൊണ്ട് ഫാമിലി കുക്കിംഗ് എല്ലാം ചെയ്യാൻ പറ്റിയൊരു സമയം. പ്രത്യേകിച്ച് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയ പലഹാരങ്ങൾ, ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റം ഇതെല്ലാം ഉണ്ടാക്കാനും വീട്ടിലെ വേറെ ചെറിയ ചെറിയ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, നമ്മളും കൂടി കൂടെ കൂടുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഐറ്റം ഉണ്ടാക്കുമ്പോൾ അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് അവരുടെ കൂടെ സൂപ്പർവൈസറി ആയിട്ട് നിന്ന് അവരുടെ ഒരു മോണിറ്ററിങ്ങോട് കൂടി അവരെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ അത്തരം 1-2 ഐറ്റംസ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് ഈ വ്ളോഗിൽ. കാര്യം അവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും, പക്ഷേ അവർക്ക് ഈസി ആയിട്ട് അവർക്കും കൂടി ചെയ്യാൻ പറ്റും, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്നാൽ പേരൻസ് സൂപ്പർവിഷൻ നിശ്ചയമായിട്ടും വേണം എല്ലാ കാര്യത്തിലും. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിലേക്ക് പോയാലോ. കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ തീരെ ചെറിയ കുഞ്ഞുങ്ങളല്ല, കളിച്ച് നടക്കുന്ന ടീനേജ് വരെ ആകാം, അതിന് തൊട്ട് താഴെയുള്ള ഒരു 5, 6, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ വയസ്സുകളുള്ള കുഞ്ഞുങ്ങൾ, നമ്മളുടെ വീട്ടിലെ കുട്ടികൾ തുടങ്ങിയാലോ. അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ബ്രെഡ് പിസയാണ് ആദ്യം ചെയ്യാൻ പോണത്. ഓവനൊന്നും വേണ്ട, നമുക്കൊരു പാനിൽ തന്നെ ഈ ബ്രെഡ് പിസ ഉണ്ടാക്കാം. അതാണ് ആദ്യം ചെയ്യാൻ പോണത്, നോക്കിക്കോളൂ. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് വർത്താനൊന്നും പറയുന്നില്ല, ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലാണ്, കണ്ടോളൂ. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇപ്പോൾ 4 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു. ജസ്റ്റ് ഒരു സൂചന എങ്ങനെയാണെന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ 4 സ്ലൈസിൽ ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ. ഇപ്പോൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും വിഷമിക്കണ്ട. പിന്നെ ടൊമാറ്റോ, അകത്തെ പൾപ്പ് നമുക്ക് ആവശ്യമില്ല, അത് വേണമെങ്കിൽ മാറ്റാം, ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും സവാള, ഇത്രയും കാര്യങ്ങൾ അരിഞ്ഞു കഴിഞ്ഞു. ഇനി വേണ്ടത് ഞാനിപ്പോൾ ചീസ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് ചീസ് ഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ക്യൂബ്സ് ആകാം, അല്ലെങ്കിൽ ബ്ലോക്ക് ആകാം. മോസറല്ല ചീസ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകും. ഒരു പാൻ വെക്കുക കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് ഇച്ചിരി വെണ്ണ ഇടാം. ഈ വെണ്ണയിൽ ഈ വെജിറ്റബിൾസ് ഒന്ന് ചെറുതായി ഒന്ന് സോട്ട് ചെയ്യാം. സോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റാം. നോക്കിയേ, ബട്ടറെല്ലാം ഉരുകി തുടങ്ങി. ഇനി എന്താ ചെയ്യുന്നത് നോക്കുള്ളൂ. ഞാനതിൻ്റെ ടൊമാറ്റോയുടെ അരി മാറ്റി എന്താ അറിയോ, അത് ഭയങ്കരമായിട്ട് സോഗി ആകാണ്ടിരിക്കാനാണ് അരി മാറ്റിയെടുത്തത്. അപ്പോൾ ടൊമാറ്റോ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കുഴഞ്ഞൊന്നും പോകത്തില്ല. ഇതൊന്ന് വാടിക്കിട്ടുക, അത്രയാണ് നമ്മളുടെ ഉദ്ദേശം. കാര്യം ഇത് ബ്രെഡ് പിസയാണ്, അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരമൊന്നും ഇങ്ങനെ ഫ്രൈയിങ് പാനിലോ അല്ലെങ്കിൽ തവയിലോ വയ്ക്കാൻ പാടില്ല, ബ്രെഡ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് വേഗവും വേണം, അല്ലെങ്കിൽ ഇതിന് ഭയങ്കര ഒരു റോ ടേസ്റ്റ് ആകും. അതുകൊണ്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക ഫസ്റ്റ് തിങ്. നോക്കിക്കോളൂ, ആവശ്യത്തിനായി കഴിഞ്ഞു, തീ ഓഫ് ചെയ്യാം. ഒരല്പം ഉപ്പും കൂടി ഇതിന് ആവശ്യമുള്ളൊരു അല്പം ഉപ്പ് ചേർക്കാം. ഈ ഒരു സ്റ്റേജിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർക്കാം, അങ്ങനത്തെ, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്, പച്ചമുളകിൻ്റെ തരി ഉണ്ടെങ്കിൽ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല, കാര്യം നമ്മളുടെ ആ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും പിസ്സ ഉണ്ടാക്കണമല്ലോ, അതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇനി അടുപ്പിൽ നിന്ന് മാറ്റി. അപ്പോൾ ഇനിയിപ്പോഴത്തെ ബ്രെഡ് എടുത്തു, അതിലേക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്, ഒരല്പം ബട്ടർ. ഇതെന്താ ചെയ്യുന്നതെന്ന് അറിയാം. ഇങ്ങനെ ബട്ടർ ആദ്യം തടവുന്നത് നമ്മൾ അകത്ത് ഫില്ലിങ് വെക്കുകയല്ലേ, അപ്പോൾ അത് ടൊമാറ്റോയും എല്ലാം കൂടി വരുന്നതല്ലേ,
അത് ഇതിൽ വെക്കുമ്പോൾ ഈ ബ്രെഡ് സോഗിയായി പോകാതിരിക്കാനാണ്, അത് കുതിർന്ന് പോകാതിരിക്കാനാണ് ഇങ്ങനൊരു കോട്ടിങ് കൊടുക്കുന്നത്. രുചിയുമാണ്, പക്ഷേ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്, പർപ്പസ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചില്ലേ ഫില്ലിങ്, അത് വയ്ക്കാം. ഫില്ലിങ് ആവശ്യാനുസരണമാണ് വേണ്ടത് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. കുറച്ച് ടൊമാറ്റോ സോസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതിപ്പോൾ ഞാൻ ചീസിൻ്റെ സ്ലൈസ് വയ്ക്കുന്നു. ഓക്കെ, ഇതിന് പകരം മോസറല്ല ചീസ് ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടാലും മതിയാവും. അപ്പോൾ ഈ രീതിയിലാണ് എല്ലാം ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തതും ഞാനിതുപോലെ തന്നെ ചെയ്യാൻ പോകുന്നു. ഇനി ഏറ്റവും ചെറിയ ഫ്ലെയിമുള്ള അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ഒരൽപ്പം വെണ്ണ. അപ്പോൾ ഈ അടുപ്പ് കത്തിക്കുന്ന സമയം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് ചെയ്യാൻ സമ്മതിക്കരുത്, നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുക പാരൻസ്. ബാക്കി ഇങ്ങനെ ബ്രെഡിനകത്ത് ഫില്ലിങ് നിറയ്ക്കുന്നത്, ചീസ് വയ്ക്കുന്നത്, അതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. അതെ, ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്നു. എന്നിട്ട് നമ്മളൊരു പാത്രം വെച്ച് അടയ്ക്കും. ചെറിയ തീയിലിട്ടിരുന്നാൽ മതി. അതായത് അകത്തുള്ള ഫില്ലിംഗ് എല്ലാം ഓൾറെഡി കുക്ക്ഡാണ്. ഇനി ആ മേളിലുള്ള ചീസ് ഒന്ന് മെൽറ്റാകണം, ബ്രെഡിൻ്റെ അടിഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ചെറിയ തീയിൽ കടന്നിട്ട് ഈ രണ്ട് കാര്യങ്ങളും നടക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റാം. ഇപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതേ നോക്കി, നമ്മളുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതേ നോക്കൂ, മെൽറ്റഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിഭാഗം പാകത്തിന് മുരിഞ്ഞിട്ടുമുണ്ട്. കണ്ടോ, ഒരു ടോസ്റ്റ് പോലെ അല്ല, ഒരു ടോസ്റ്റ് പോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങോട്ട് മാറ്റാം. കംപ്ലീറ്റ് നന്നായിട്ട് മെൽറ്റായി. അപ്പം നമ്മുടെ ബ്രെഡ് പിസ്സ ഈസ് റെഡി. ഇനി ഇതേ ബാക്കി രണ്ടെണ്ണം കൂടി ഉണ്ട്. ഞാൻ അതും കൂടി ഇതുപോലെ തന്നെ സെയിം മെത്തേഡിൽ നമുക്കിനി നമ്മുടെ ബ്രെഡ് പിസ്സയെ രണ്ടായിട്ട് മുറിക്കാം. ഓക്കെ, അതിപ്പോൾ ഫില്ലിങ് കാണാം, മെൽറ്റഡ് ചീസ് കാണാം. നമ്മളുടെ ബ്രെഡ് പിസ്സ ഈസ് റെഡി. മെൽറ്റഡ് ചീസ് ഉണ്ടെങ്കിലും നമ്മൾ സാധാരണ ചീസിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്രേറ്റഡ് ചീസ് കിടക്കുന്ന കാണില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലോക്ക് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇത് നോക്കിയേ. നമ്മളുടെ ക്യൂട്ട് മാഞ്ചസ്റ്റർ ഒന്ന് വാങ്ങിയിട്ട് വന്ന് ഗ്രേറ്റ് അതിപ്പോൾ ഉപയോഗിക്കാം കേട്ടോ. നോക്കിക്കോളൂ, അതൊരു ഭംഗിക്കും ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ട് ഈ മെൽറ്റഡ് ചീസിൻ്റെ മേളിലായിട്ട് ഞാനിങ്ങനെ അതും കൂടി അരച്ചെടുക്കും. ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തല്ലേ, അപ്പോൾ അവർക്ക് അട്രാക്ഷൻ തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ക നല്ല പിസ്സയായി മാറി, ലുക്ക് വൈസ് ഓൾസോ. ആഹാ, അങ്ങനെ നമ്മുടെ ഗ്രേറ്റഡ് ചീസും കൂടി വെച്ച് ടോപ്പ് ചെയ്തു. അപ്പോൾ നമ്മളുടെ ബ്രെഡ് പിസ്സ എല്ലാം റെഡി. ഞാൻ 4 സ്ലൈസാണ് എടുത്തത്. ഇപ്പോൾ അത് 8 പീസ് ഓഫ് പിസ്സയുണ്ട് ബ്രെഡ് പിസ്സ. ഞാനിതൊരു വുഡൻ കാര്യത്തിൽ തന്നെ പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് കാണാൻ വേണ്ടി. ഞാൻ സാധാരണ അങ്ങനെ വലിയ പ്ലേറ്റിംഗ് ഒന്നും കാണിക്കാത്ത ആളാണ്, പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ വെക്കണമെന്ന് തോന്നി. അപ്പോൾ ചീസ് മേളിൽ ഗ്രേറ്റ് ചെയ്ത് ഇട്ടത് കൊണ്ട് ഇടാത്തത് കൊണ്ട് അതിങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, പ്ലേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ടേബിളിൽ കൊണ്ട് സെർവ് ചെയ്യാം. ഇത് കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. അവരെ കൊണ്ട് തന്നെ കട്ട് ചെയ്യിപ്പിക്കാം, ഇതുപോലെ 2 പീസ് ആക്കാം, പിന്നെ ഫില്ലിങ് നിറയ്ക്കാം, പിന്നെ എന്താ പറയുക, ചീസ് എടുത്ത് തന്നെ വെള്ളം ഇങ്ങനെ വെപ്പിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ടൊമാറ്റോ സോസ് ഇങ്ങനെ ഒഴിക്കാൻ പറയാം, ധാരാളം കാര്യം. ഈ ടീമായിട്ടുള്ള പരിപാടി മാത്രം പാരൻസ് സൂപ്പർവിഷൻ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്കിങ്ങനെ വേണമെങ്കിലും
പ്ലേറ്റ് ചെയ്തെല്ലാം കുഞ്ഞുങ്ങളെ അട്രാക്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ ഞാനിങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ അലങ്കരിച്ച് വെക്കുക, അതല്ല അവരെ കൊണ്ട് ചെയ്യിക്കുക, ഐഡിയാസ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് എന്താണെന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുക ഫ്രീഡം. നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അടുക്കി വെക്കുക, എങ്ങനെയാണ് പ്ലേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെ സെർവ് ചെയ്യും, അതുപോലെ വെച്ചോളൂ എന്നൊക്കെ പറയാം. അത് അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. എനിവേ, അപ്പോൾ അടുത്തതിലേക്ക് പോകാം അല്ലേ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കണമല്ലോ അല്ലേ. ഓക്കെ, ഒരു എക്സ്ട്രാ 2 മാറ്റി വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാം. ഇത് ആ ഭംഗി കളയേണ്ട വെച്ചിട്ട് അത് എടുക്കുന്നില്ല. വെരി ടേസ്റ്റ്. നല്ലൊരു പിസ്സ ടേസ്റ്റ് കിട്ടും. ഇതിൽ പ്രധാനമായിട്ട് ഇനി ചേർക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒറിഗാനോ അത് ഇല്ലല്ലോ, അത് പ്രധാനമാണ് സാധാരണ ഒരു. പിന്നെ മോസറല്ല ചീസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നമ്മളിതിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ഉണ്ട് ഇല്ലാന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഹോം മെയ്ഡ് ഫുഡ് കൊടുക്കുക, അതാണ് ആവശ്യം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കുക്കീസ്. സാധാരണ കുക്കീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേക്ക് ചെയ്യണം അല്ലേ. ഐദർ ബേക്ക് ചെയ്യണം, ഓവൻ വേണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു പാനിനകത്ത് വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുക്കറിൽ വെച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് നോ ബേക്ക് കുക്കിയാണ്. കുക്കിങ്ങിൻ്റെ ആവശ്യമേ വരുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗം, അടുപ്പ് കത്തിക്കുന്ന ഒരു ഭാഗം മാത്രം അച്ഛനമ്മമാരുടെ അസിസ്റ്റൻസ് വേണം. ബാക്കി കാര്യങ്ങളെല്ലാം അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാമേ എങ്ങനെയാണെന്ന്. അടുപ്പ് കത്തിച്ചിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഒരു പാനിൽ ഒരു 3/4 കപ്പ് വരെ പഞ്ചസാരയാണ്, പിന്നെ ഒരു 1/4 കപ്പ് പാൽ. അപ്പം മധുരം ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പഞ്ചസാര വേണ്ടെന്ന് ഞാൻ പറയാം. അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് ഷുഗർ ചേർക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കരയിൽ വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ കൂടെ 50 ഗ്രാം എണ്ണ. ഓക്കെ, 1/2 to 3/4 കപ്പ് പഞ്ചസാരയാണ്. അതായത് ബ്രൗൺ ഷുഗർ ആയിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ജാഗറി ആയാലും മതി. വൈറ്റ് ഷുഗർ നിർബന്ധമില്ല. അപ്പോൾ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് ഒരു തള വരണം. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നമുക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പക്ഷെ അടുപ്പ് കത്തിക്കുന്നതും ഇളക്കുന്ന സമയമൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അവരെ കൊണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ മെഷർമെൻറ്റ് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചല്ലോ. ഇപ്പോൾ ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നോക്കി 1 മിനിറ്റ് നന്നായിട്ട് തിളച്ചു. ഇനി എന്താ, ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാനിങ്ങോട്ട് മാറ്റും. ഇങ്ങനെ ചൂടായി കിടക്കുന്ന ഈ ഒരു മിക്സിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ. പീനട്ട് ബട്ടറും ഭയങ്കര നല്ലതാണ്, ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലേ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനോടൊപ്പം കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 1/4 കപ്പോളം നുറുക്കിയത് ചെറുതായിട്ട്. ഇനി ഇച്ചിരി വാനില എസൻസ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ, 1/2 to 3/4 വാനില എസൻസ്. ഇതിപ്പോൾ നല്ല ചൂടായിട്ട് തന്നെ അടുത്ത കാര്യം കൂടി ചേർക്കണം. അതെന്താണ്, നമ്മളുടെ ഓട്സ്, റോൾഡ് ഓട്സ് ഒരു 1.5 കപ്പ് എടുത്ത് വയ്ക്കുക. അത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞ ചൂടോടുകൂടി തന്നെ ചെയ്യണം. അപ്പോൾ ആ ഒരു ചൂടിൽ ഓട്സ് കുറച്ചൊന്ന് ഒരല്പം ഒന്ന് വേകുമല്ലോ, എന്നാൽ ആ കരുകരുപ്പ് പോകാനും പാടില്ല. നല്ലൊരു മിക്സിങ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ മിക്സ് റെഡിയാണ്. ഇനി നമ്മളൊരു ബട്ടർ പേപ്പർ ഓർ പാച്ച്മെൻറ്റ് പേപ്പർ, അതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ ഇങ്ങനെ കോരി കോരി വയ്ക്കാം. ജസ്റ്റ് കുക്കി ഏതെങ്കിലും ഒരു ഷേപ്പായാലും മതി. അങ്ങനെ റൗണ്ട് ഷേപ്പ് അങ്ങനെയൊന്നും വേണമെന്ന് നിർബന്ധമില്ല.
ഓരോ ടേബിൾ സ്പൂണാണ് ഇങ്ങനെ വയ്ക്കേണ്ടത്. ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല സെറ്റാകും. അത്ര ഭയങ്കര ചൂടൊന്നും ഇല്ല കേട്ടോ. കൈ കൊണ്ട് നമുക്കിങ്ങനെ അത്യാവശ്യം ഷേപ്പ് ചെയ്യാൻ വേണമെങ്കിൽ. ഈ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർ ആ കുക്കി മേക്കിങ് ശരിക്കും എൻജോയ് ചെയ്യും. പിന്നെ അവർ ഉണ്ടാക്കിയ കുക്കി എന്നുള്ള ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതവർക്കൊരു ഭയങ്കരമായിട്ട് എൻജോയബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരുവിധമൊക്കെ തണുത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെറിയ ബോൾസ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴും ആ ഒരു ഷേപ്പിൽ കിട്ടും. പിന്നെ നമുക്ക് ടേബിൾ സ്പൂണിൻ്റെ ഒന്നും സഹായം വേണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാം. സിമ്പിളാണ്. ഇങ്ങനെ എടുക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഇവിടെ ഈസിയുള്ള റൂമാണ്, അത് കാരണം പെട്ടെന്ന് തന്നെ സെറ്റായി. കാര്യം തണുത്ത ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഒരു 15 മിനിറ്റ് പോലും എടുത്തില്ല. നോക്കിയേ, എല്ലാം കറക്റ്റായി. ഇനി ഞാനിത് ഈ പാച്ച്മെൻറ്റ് പേപ്പർ അഥവാ ബട്ടർ പേപ്പറിൽ നിന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്താൽ മതി. എടുത്ത് പ്ലേറ്റിലേക്ക് വയ്ക്കാം. കറക്റ്റായിട്ടതേ ഒരു കുക്കി ആയിട്ട് തന്നെ നമുക്ക് ഇളക്കി എടുക്കാൻ സാധിക്കും. ഒരു വിധത്തിലുള്ള ബേക്കിങ്ങും ഒന്നും നമ്മൾ ചെയ്തില്ലല്ലോ. എത്ര ഫാസ്റ്റല്ലേ. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് പറ്റിയതാണോ? അവർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അവർക്ക് ഈസി ആയിട്ട് വിത്തൗട്ട് ബേക്കിംഗ് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയൊരു നോ ബേക്ക് കുക്കീസാണ്. വിത്തൗട്ട് ബേക്കിംഗ് റെഡി. അപ്പോൾ വീട്ടിലിരിക്കുന്ന ഈ ദിവസങ്ങൾ കുഞ്ഞുങ്ങളെ എൻഗേജ് ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കാനും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും കുഞ്ഞുങ്ങൾ ഹാപ്പി ആകട്ടെ. അപ്പോൾ ഈ കൊറോണ വൈറസിൻ്റെ ഈ ഒരു പീരീഡിൽ നമ്മുടെ ഏറ്റവും വിഷമം പിടിച്ച ഒരു സമയമാണ് ഹ്യൂമൻ റേസിന് തന്നെ ലോകമെമ്പാടും. ഈ ഒരു സമയത്ത് ഈ കുക്കിംഗ് വ്ളോഗ്സ് ചെയ്യണോ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യണോ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ വിഷമമുള്ള കാര്യമാണ്. പലരും പറയുന്നുണ്ട് എന്തിനാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നെഗറ്റീവ് കാര്യങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ എല്ലാവരും. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആലോചിക്കണം, വീട്ടിലെ മറ്റംഗങ്ങളെക്കുറിച്ച് ആലോചിക്കണം. എല്ലാവരെയും ഒന്ന് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു പീരീഡും നമ്മൾ തരണം ചെയ്യും. അത് ആ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി നമ്മൾ ഇരിക്കുക. നമുക്ക് എന്താ പറയുക, ഭയമല്ല വേണ്ടത്, പേടിക്കുകയല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്, നമ്മൾ ശരിക്കും കോഷനാണ് വേണ്ടത്. അപ്പോൾ ഗവൺമെൻറ് പറയുന്ന എല്ലാ കാര്യങ്ങളുമായി എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ സ്റ്റേ സേഫ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. Thank you for watching and keep on watching Lakshmi Nair Vlogs.